മാറ്റാൻ ശ്രമിക്കുന്ന നമ്മൾ തന്നെ വീണ്ടും ഒരു അടുപ്പത്തിന് കാരണമാവോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് തടസ്സം പറയേണ്ടി വന്നാല് നമ്മുടെ ആഗ്രഹവും തീരുമാനവും ഒക്കെ ഇപ്പൊ നമ്മൾ രണ്ടുപേരിലും ഒതുങ്ങണം. വേറൊരാളുടെ ചെവിയിലേക്ക് അത് പോകരുത്. എന്തായാലും നമ്മൾ അന്വേഷിക്കുന്ന കുട്ടി നമ്മുടെ അടുത്തേക്ക് എത്തട്ടെ. അത്രയൊക്കെ സംഭവിക്കുമെങ്കിൽ അത് കഴിഞ്ഞുള്ള കാര്യവും ദൈവത്തിന്റെ കരുതലിൽ ഉണ്ടാവുന്നെന്താ? അമ്മേ, നവീന്റെ ആയാലും സുമിത്രയുടെ ആയാലും ഒരു മുഖം മുഷിഞ്ഞ വാക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പണ്ട് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് ഒരു വലിയ മാവുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? നിനക്ക് നിർമ്മലയ്ക്കൊക്കെ അത് വലിയ കാര്യമായിരുന്നു. ഒരു ചെറിയ കാറ്റ് വന്നാൽ തന്നെ ഇഷ്ടം പോലെ മാങ്ങ പൊഴിഞ്ഞു വീഴും. നിങ്ങളത് പെറുക്കിയെടുക്കുകയും ചെയ്യും. ഒരു ദിവസം മാവ് വെട്ടിക്കളയാൻ കാരണവന്മാരെല്ലാം കൂടി തീരുമാനിച്ചു. എന്തായിരുന്നു കാരണം? അതിന്റെ തായ്വേര് അറ്റിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്ക് തോന്നി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മരം വെട്ടാനുള്ള ഒരു കോടാലിയുമായി മാവിന്റെ അടുത്തേക്ക് വന്നപ്പോ നീയും നിർമ്മലയും അതിൽ വട്ടം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വെട്ടാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ്. ഒടുവിൽ കാരണവന്മാരെല്ലാവരും കൂടി നിങ്ങളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. എന്നിട്ടാ അത് വെട്ടിമാറ്റിയത്. ഓർമ്മയുണ്ടമ്മേ. ഉമ്മർത്ത് നിന്ന ഒരു മാവ് മുറിച്ചു പോയതിലല്ല, അത് ജീവിതത്തിൽ വലിയൊരു പാഠമായിരുന്നു. എത്ര കായ്ഫലമുള്ളതാണെങ്കിലും തായ്വേരറ്റ ആ മാവ് നമ്മുടെ തറവാട് വീടിനൊരു ഭീഷണിയായിരുന്നു. ഇതും എന്റെ മോതിരാനാണോ? അയ്യോ എന്റെ ഈശ്വര, ഇവരൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണോ പുറത്തിറങ്ങുന്നേ? ഹാ, അതിനൊക്കെ ഞങ്ങള് റെഡി ആയിക്കോ കൃഷ്ണയെന്ന് പറഞ്ഞ ഒരു ധാവണി എടുത്ത് ചുറ്റുക, മുടിയൊന്ന് നേരെയേക്ക, ഇറങ്ങാം. അപ്പൊ ഈ കാണുന്ന സുന്ദരിമാരൊക്കെ ഇതിന്റെ പകിട്ടിലാണല്ലേ നടക്കുന്നേ? സിറ്റി ലൈഫിൽ ഇതൊക്കെയാ. ഒന്നോ രണ്ടോ തവണ ചെയ്തു കഴിയുമ്പോ കൃഷ്ണയ്ക്ക് അത് ശീലായിക്കോളും. പിന്നെ കൃഷ്ണ തനിയെ ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോണം. ഒരു 10 മിനിറ്റ് ചെലവഴിക്കണം. അതിന് കണ്ണാടിയുടെ മുന്നില് 100 മണിക്കൂർ. ആ, എന്തായാലും കൊള്ളാം. അതെ, ഇവിടുത്തെ മോള് മാത്രം ഇങ്ങനെ ചെയ്യുള്ളോ അതോ അമ്മയും ചെയ്യോ? എല്ലാവരും ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ടുപോയി എന്റെ അമ്മയുടെ മുന്നിൽ നിർത്തിയ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുക കൂടിയില്ല. എന്താ ഇവിടെ കഴിഞ്ഞില്ലേ ഇതുവരെ? കൃഷ്ണ ഓരോ സംശയങ്ങൾ ചോദിക്കായിരുന്നു മാം. എന്ത് സംശയം? ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കുറച്ച് നേരായിട്ട് ശ്രദ്ധിക്കുക. ഇവളുടെ സംസാരം അല്ലാതെ വേറൊന്നും പുറത്തേക്ക് കേൾക്കാനില്ലല്ലോ. എനിക്കങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ സംസാരിക്കും. നിർത്ത. മനുഷ്യരുടെ തീ തിന്ന് നടക്കുക. അവരെല്ലാം കൂടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തും. നോക്ക്, എന്തെങ്കിലും കാരണവശാൽ ഇത് പൊളിഞ്ഞു പോയാലേ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. സിനി, വിത്തിൻ 10 മിനിറ്റ്സ് ഇത് തീർന്നിരിക്കണം കേട്ടോ? ശരി മാം. എന്താ എന്താ നിങ്ങൾ ചിരിക്കുന്നേ? വിവരമില്ലായ്മ കണ്ട് ചിരിക്കരുത്, മനസ്സിലായോ? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യേ. അതെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചത്ത മാതിരി കിടക്കാം. പെയിന്റ് അടിച്ച് കഴിയുമ്പോ എന്നെ ഒന്ന് തട്ടി വിളിച്ചാ മതി. അല്ലെങ്കിലേ ഞാൻ എന്റെ വീട്ടിൽ പോകും. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്ന് കൊടുത്തോണം. ആയിക്കോട്ടെ. എന്ത് നിർത്തി? തുടങ്ങിക്കോ. ഗാഥയെ കണ്ടിട്ടുമുണ്ട്, പക്ഷെ അന്നൊന്നുമില്ലാത്തൊരു ഫീലാ എനിക്ക് ഇന്ന് തോന്നുന്നത്. എന്ത് ഫീല്? അറിയില്ല, വല്ലാത്തൊരു ആകർഷണം പോലെ. എന്താ പറയാ, അങ്ങോട്ടാരോ പിടിച്ചു വലിക്കുന്ന പോലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? എന്റെ പൊന്നു സാറേ, ഇതിനെയാണ് പച്ച മലയാളത്തിലെ പ്രേമം എന്ന് പറയുന്നത്. ബിസിനസിന്റെ ലാഭം നോക്കിയാണ് സാർ തുടങ്ങിയെങ്കിലും
സാറ് ഗാഥമാടത്തോടുള്ള പ്രണയത്തിൽ കുടുങ്ങിപ്പോയി. ആയിരിക്കാം. ആ ആയിരിക്കാന്നല്ല, ആണ്. അപ്പൊ പിന്നെ എക്സൈറ്റ്മെന്റ് ഒട്ടും കളയണ്ട, ഇറങ്ങാം. നന്ദ, അവിടെ ചെല്ലുമ്പോ സിത്താര പെട്ടെന്ന് ചില തീരുമാനങ്ങളൊക്കെ പറഞ്ഞൊന്നു വരും. എന്തു വന്നാലും ആലോചിച്ചു പറയാവുന്നല്ലാതെ ഒറ്റയടിക്ക് വാക്കു കൊടുക്കാൻ നിൽക്കരുത്. ഇല്ലമ്മേ, അങ്ങനെ ഉണ്ടാവില്ല. എന്തു വന്നാലും പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാം. അമ്മേ, നീ വരണ്ട. അവിടെ ചെന്നാല് നിന്റെ നാവ് വെറുതെ ഇരിക്കില്ല. കുടുംബക്കാരെ നാണം കെടുത്താൻ എന്തെങ്കിലും നിന്റെ വായന്ന് വീഴും. നീ ഇവിടെ നിന്നാ മതി. നന്ദ, അവള് വന്നോട്ടെ. ആപത്ത് കാലത്ത് മിത്രങ്ങളെ കൊണ്ടല്ല, ശത്രുക്കളെ കൊണ്ടായിരിക്കും. നിനക്ക് മനസ്സിലായോ? അമ്മേ, പോവാം. ഞങ്ങള് റെഡിയാ. ആ നിങ്ങളും ഉണ്ടോ? ഞങ്ങളുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഏയ് കുഴപ്പമൊന്നുമില്ല. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേ പോലീസുകാർ സ്ഥിരം നിൽക്കുന്നില്ലേ? അവരുടെ കയ്യിലേ ലാത്തി ഉണ്ടാവും, രക്ഷാകവചം ഉണ്ടാവും, ജലപീരങ്കി ഉണ്ടാവും. അതുപോലെയാണല്ലോ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത്. എല്ലാം കരുതി വെക്കാൻ വേണ്ടി ചോദിച്ചതാണേ. സംഗതി ശരിയാമാണ് കുഞ്ഞെ. പക്ഷെ നിർമ്മല അതൊന്നും പ്രയോഗിക്കില്ല എന്ന് കരുതാം. അല്ലേ നിർമ്മലേ? എന്നാ ഇറങ്ങാം, ഇനി വൈകണ്ട.